നമസ്കാരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതികളുടെ പ്രളയം. തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും വരണാധികാരികളും പരാതികളിന്മേൽ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന തിരക്കിൽ. പോരാത്തതിന് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങളുടെ പേരിൽ സുപ്രീം കോടതിയിലും ഹർജികളുണ്ട്. സമ്പുഷ്ടമായ ഇന്നത്തെ പകലിൽ പക്ഷേ ശ്രദ്ധേയമായത് മുൻ സൈനികർ രാഷ്ട്രപതിക്കയച്ച കത്ത്. കത്തയച്ചത് 156 മുൻ സൈനിക ഉദ്യോഗസ്ഥർ. കത്തിനെ പിന്തുണച്ച് പ്രതിപക്ഷം. കത്തിൽ ഒപ്പിട്ടില്ലെന്ന് 2 മുൻ സൈനിക മേധാവികൾ. പിന്തുണച്ചു എന്ന് തുറന്നു പറഞ്ഞ് ഒരു മുൻ സൈനിക മേധാവി. മോദി സേന എന്നതിൽ അഭിമാനിച്ചും പ്രതിഷേധിച്ചും ചേരി തിരിഞ്ഞ് സൈനികരെന്ന് ആരോപണം. സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ ചട്ടലംഘനങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും BJPയെയും കോൺഗ്രസിനെയും ഒരുപോലെ വലയ്ക്കുകയാണ്. ഇതിനിടയിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രചരണ ക്യാമ്പിലെ അസ്വസ്ഥതകളും പരാതികൾ വന്നപ്പോൾ അത് മറികടക്കാൻ ഹൈക്കമാൻഡ് ഇടപെട്ട് കണ്ടെത്തിയ തന്ത്രങ്ങളും വീണ്ടും വോട്ട് കച്ചവടത്തിന്റെ കരാറായി എന്ന് പിണറായിയെ കൊണ്ട് പറയിക്കുന്നിടം വരെ എത്തിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന രാഷ്ട്രപതിക്കുള്ള പരാതിയിലൂടെ മുൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുന്നത് എന്ത്? സൈന്യവും ശബരിമലയും നിരന്തരം ചട്ടലംഘനത്തിന് വിധേയമാകുമ്പോൾ നടപടികൾ കൃത്യമാകുന്നുണ്ട്. അതിർത്തിയിലെ പോരാട്ടത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിച്ചവർക്ക് കത്ത് കൊണ്ടുള്ള കുത്ത് ഏറ്റവും. വോട്ടുകച്ചവടം ഉറപ്പിച്ച BJPക്കാരെ പിന്തിരിപ്പിക്കാൻ മോദിക്കാകുമോ എന്ന പിണറായിയുടെ ചോദ്യത്തിന് മറുപടിയുണ്ട്. ചട്ടലംഘനങ്ങൾക്ക് നടപടി എന്ന് പറയുമ്പോഴും വോട്ട് ചെയ്യാത്ത മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തിയ മനേകാ ഗാന്ധിയോട് BJPയുടെ നിലപാടുണ്ട്. ശ്രീ KVS ഹരിദാസ്, എന്താണ് രാജ്യത്തിപ്പോൾ നടക്കുന്നത്? ഏതൊക്കെ തരത്തിലാണ് ഈ വലിയ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ചട്ടലംഘനങ്ങൾ? വലിയ തരത്തിൽ പട്ടാളക്കാരുടെ പേരിൽ അവരെ ആലോചിച്ച് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചതിന് പിന്നാലെ ഇപ്പോൾ മുസ്ലിങ്ങളുടെ നേരെയുള്ള മനേകാ ഗാന്ധിയുടെ ഭീഷണി പോലും നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടല്ലോ. ഇതിനിടയിലാണ് സൈനികരുടെ വലിയ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. സർവ്വസൈന്യാധിപന് മുൻ സൈനികർ കത്തയച്ച വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. സൈന്യത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ എന്താണ് സംഭവിക്കുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു. 8-9 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൻ്റെ സൂചനകൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ്. കാരണം ഛത്തീസ്ഗഡ് ഉൾപ്പെടെ ഉത്തരാഖണ്ഡ് ഉൾപ്പെടെ സൈനികർക്ക് അല്ലെങ്കിൽ സൈനിക കുടുംബങ്ങൾക്ക് വലിയ ബന്ധമുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ സൂചനകൾ കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിട്ടുണ്ടാവണം. അതായിരിക്കും ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോർജ്ഡ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കള്ളക്കത്തുണ്ടാക്കി പുറത്തു വിട്ടത്. അത് രാഷ്ട്രപതിക്ക് കിട്ടിയിട്ടില്ല എന്ന് രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പേരുള്ള ചിലർ ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 2-3 പേരുടെ പ്രസ്താവന ഞാൻ കണ്ടു. ബാക്കിയുള്ളവരെ സമീപിച്ചാലേ താങ്കൾ അതൊന്ന് വ്യക്തമാക്കാമോ? കാരണം 156 സൈനിക ഉദ്യോഗസ്ഥരാണ് നിരാശ രേഖപ്പെടുത്തി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കത്തയച്ചതായിട്ടുള്ള വാർത്ത. അതോടൊപ്പം അങ്ങ് പറഞ്ഞത് ചിലർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു വാർത്ത കണ്ടില്ല. ചിലർ പറഞ്ഞിരിക്കുന്നത് ആ കത്തിൽ അങ്ങനെ ഒരു കത്തിൽ ഒപ്പിട്ടിട്ടില്ല എന്നാണ്. മറ്റു ചിലർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല എന്നാണ്. അപ്പൊ അയക്കുകയാണോ കൊണ്ടുകൊടുക്കുകയാണോ ചെയ്തത്? അതാണ് സംശയം. ഒപ്പിട്ടിട്ടില്ലെങ്കിലും അത് ഒപ്പിടാൻ പറ്റാത്ത സാഹചര്യം എന്തുകൊണ്ടാണ്? അവർക്ക് സമ്മതമുണ്ടോ ഈ കാര്യത്തോട് എന്നതാണ് അറിയേണ്ടത്. മറ്റൊരു കാര്യം, മുൻ സൈനിക മേധാവി ചിലർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ട്, ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ട്. സുരേഷ് മേത്ത. അല്ലല്ലാലെ, ഞാൻ അതിനകത്തൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് 1-2-3 പേര് ഒപ്പിട്ടിട്ടുണ്ടാകുമായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പൂർവ്വ സൈനികന്മാർക്കൊക്കെ തന്നെ രാഷ്ട്രീയവും ഉണ്ടാകാം.
നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയ കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സൈനിക വൃത്തി കഴിഞ്ഞ് നിലപാടുകളുണ്ടാവാം, അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഉണ്ട്. ജസ്വന്ത് സിംഗ് ഉണ്ടായിരുന്നു, വി കെ സിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ സർജിക്കൽ സ്ട്രൈക്കിന് നേതൃത്വം നൽകിയ ഹൂഡ രാഹുൽ ഗാന്ധിയുടെ ഉപദേഷ്ടാവുമാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ രാഷ്ട്രീയമുണ്ടാകാം, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിലുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത്. കാരണം നരേന്ദ്രമോദി പറഞ്ഞത് എന്താ, ബാലാകോട്ടിൽ ആക്രമണത്തിന് തയ്യാറായ സൈനികരെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ചെറുപ്പക്കാർ വോട്ട് ചെയ്യണം. അവിടെ ഒരു ദേശാഭിമാനത്തിന്റെ ദേശീയ ചിന്തയുടെ ഒരു ധ്വനി ഉയർത്താനേ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളൂ. BJPക്ക് വോട്ട് ചെയ്യണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളിത് നരേന്ദ്രമോദി ഇപ്പോ റാലികളിലൊക്കെ പങ്കെടുത്ത് ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നല്ലേ, നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണമെന്നല്ലേ ഇപ്പൊ അദ്ദേഹം റാലികളിൽ പ്രസംഗിക്കുന്നത്? രാജ്യത്തിന് വേണ്ടി മൊത്തത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നോക്കി വോട്ട് ചെയ്യൂ എന്നാണോ ഇപ്പോ അദ്ദേഹം പറയുന്നത്? ഞാൻ പറയാം ലാലെ, ഓരോന്നിനും ലാലിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഓരോ തവണ ഇടപെട്ടാൽ ഈ ചർച്ച എവിടെ എത്തൂല. ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഇടയ്ക്ക് ചോദിക്കുന്നത് ചില കാര്യങ്ങൾ അങ്ങ് പറയുമ്പോൾ. ഇപ്പോ ഈ സേനയെ കുറിച്ച് തന്നെ പറഞ്ഞത്, സൈനികരുടെ പേരിൽ വോട്ട് ചോദിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതുപോലെ സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന് ചില സൈനിക മേധാവികൾക്കെങ്കിലും 156-ൽ കുറെ പേർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? സൈനികർ സാധാരണ രീതിയിൽ ഈ മേധാവികളൊക്കെ രാഷ്ട്രീയം കളിക്കുന്നവരല്ലല്ലോ. അവർക്കിപ്പോൾ ഈ BJPയിൽ കുറെ പേർക്കെങ്കിലും അംഗത്വമുണ്ട്. മുൻപുള്ള വി കെ സിംഗിന്റെയും ജസ്വന്ത് സിംഗിന്റെയും കാര്യം പറഞ്ഞു. ഹൂഡയെ പോലുള്ളവർ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ താല്പര്യം അവരിൽ ഉണ്ടാക്കുന്നത്, ഈ ഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുന്നവർക്ക് എന്തുതരം രാഷ്ട്രീയം എന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല ലാൽ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവില്ലേ, രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവില്ലേ, ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, മോഹങ്ങൾ ഉണ്ടാവില്ലേ? അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രയോജനപ്പെടുത്താം, ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും, ഇല്ലാന്നൊന്നും പറയണ്ട. സൈന്യത്തിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും സൈന്യത്തിന്റെ അംഗങ്ങൾക്കും സൈനികർക്കും അങ്ങനെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയാണോ? സർവ്വസൈന്യാധിപന് അത് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് കത്തയക്കുന്നവർ അതിൽ രാഷ്ട്രീയം പാടില്ല, സൈന്യത്തിന് രാഷ്ട്രീയം പാടില്ല എന്ന് അവർ പറയുന്നതിന് ഒരു അർത്ഥമുണ്ട്, ഒരു സ്പിരിറ്റ് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, ഈ അഭിനന്ദന്റെ പേരിൽ പോസ്റ്റർ ഒട്ടിക്കരുത്, സൈന്യത്തിന്റെ പേരിൽ യുദ്ധത്തിന്റെ പേരിൽ വോട്ട് പിടിക്കരുത്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു അർത്ഥമുണ്ട്. അപ്പൊ അതിന് ഉപരിയായി അതിൽ രാഷ്ട്രീയമാകാം, അവരെ ഉപയോഗപ്പെടുത്താമെന്ന് BJP കരുതുന്നത് എന്തുകൊണ്ടാണ്? ലാലെ, അങ്ങനെ ഒരു പ്രസ്താവന ലാല് നടത്തരുത്. സൈനികരെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പതിവ് BJPക്കില്ല. അത് BJPയുടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുമാണ്. ഞാൻ അതിനോടൊപ്പം നിൽക്കുന്നില്ല, ആര് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ലാലെ, ഇന്ത്യ സൈനിക നടപടികൾ നടത്തിയിട്ടുണ്ട് ചില സമയത്ത്. ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് നമുക്കറിയാം, ബാലാകോട്ട് ആക്രമണത്തെക്കുറിച്ച് നമുക്കറിയാം. ഇന്ത്യക്കൊരു തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത്, സൈനികർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ തിരിച്ച് സൈന്യം നടത്തുന്ന ഒരു ആക്രമണത്തിന് അനുമതി കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് അതിൽ അവകാശം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. അതിന്റെ വിജയത്തിൽ അവകാശം ഉന്നയിക്കാനുള്ള അത് പറയുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്, നരേന്ദ്രമോദി ആ അവകാശം ഏറ്റെടുത്തുകൊണ്ട് ഈ സൈനികരുടെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. അവിടെയാണ് സൈനിക മേധാവികളും മുൻപ് സൈന്യത്തിൽ പ്രവർത്തിച്ചവരും ഒക്കെ ഒറ്റക്കെട്ടായി സർവ്വസൈന്യാധിപന് കത്തയക്കുന്നത്, ഇതാ ഞങ്ങളുടെ പേരിൽ വോട്ട് പിടിക്കുന്നത് ശരിയല്ല. ഈ നരേന്ദ്രമോദി മോദിജി സേന എന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ഈ യോഗി ആദിത്യനാഥിനെ പോലുള്ളവർ പറയുന്നുണ്ട് അത് ശരിയല്ല എന്ന് അവർക്ക് പരാതിയുള്ളത് അതുകൊണ്ടാണ്, അവരുടെ പേരിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി വോട്ട് പിടിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, സൈന്യത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്നതൊന്നും ശരിയല്ല. മോഡി സേന എന്നൊന്നും പറയുന്നതൊന്നും മര്യാദയല്ല. അതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. അതൊന്നും BJPയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല.
പറഞ്ഞു വന്നത് ഒരു രാഷ്ട്രീയ നേതൃത്വം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ അതിന് ശേഷമുള്ള നടപടിയുടെ വിജയത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു പങ്കുണ്ട്. അത് മുഴുവൻ രാജ്യത്തിൻ്റെയും വിജയമായിട്ട് തന്നെ നമ്മൾ ചിത്രീകരിക്കുമ്പോഴും അങ്ങനെ നമ്മൾ അഭിമാനിക്കുന്ന സമയത്തും രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. മത്സരിക്കുകയാണ്. ഞങ്ങൾ 5 കൊല്ലം ചെയ്തത് ഇതൊക്കെയാണെന്ന് ജനങ്ങളോടൊക്കെ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ആ സൈനികരെ, യുദ്ധത്തെ ഈ രാജ്യ താല്പര്യത്തിന്റെ പേരിൽ ഈ രാജ്യത്തുള്ള എല്ലാ നേട്ടങ്ങളും ഞങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് അവരെ തന്നെ മുൻനിർത്തി ഈ സേന മുഴുവൻ ഞങ്ങളുടേതാണ് എന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിൽ വരുന്നു എന്ന് പരാതി പറയുന്നത് ആരാണ്? അവരാണ് കത്തയക്കുന്നത്. ആ കത്തിന്റെ അർത്ഥം ഇങ്ങനെ വിശദീകരിക്കുന്നത് വ്യാജ കത്താണെന്ന് പറയുന്നത്, അതിൽ ചിലരെ ഒപ്പിട്ടിട്ടുള്ളൂ, അവർക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാകും ശ്രീ KVS? ഞാനൊരു ഉദാഹരണം അതിന് മറുപടി പറഞ്ഞതിന് മുമ്പ് ഒരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ കൈരളിയിൽ തന്നെ മുംബൈ ഭീകരാക്രമണം ഉണ്ടായി. അതിനുശേഷം ഇന്ത്യ തിരിച്ചടിക്കണം എന്ന നിലപാടായിരുന്നു നമ്മുടെ സൈന്യത്തിനുണ്ടായിരുന്നേ. നമ്മുടെ 3 സൈനിക മേധാവികളും അക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. അതിനുശേഷം പ്രതിരോധ മന്ത്രി നമ്മുടെ 3 സൈനിക മേധാവിമാരുടെയും യോഗം വിളിച്ചു കൂട്ടി. AK ആന്റണി ആയിരുന്നു മന്ത്രി, നമുക്കറിയാം. ആ മീറ്റിങ്ങിൽ അന്നത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും ഉണ്ട്, മൻമോഹൻ സിംഗും ഉണ്ട്. ഇവരെ വിളിച്ചിരുത്തിയിട്ട് ഇവർ പറഞ്ഞു, നമുക്ക് അതിന് പ്രതികാരം ചെയ്യണം, അതിന് നമ്മുടെ സൈന്യം സജ്ജമാണ്, അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മളത് ചെയ്യണം എന്ന് സൈനിക മേധാവികൾ പറഞ്ഞ സമയത്ത് നമ്മൾ മിണ്ടാതിരുന്നാൽ മതി എന്ന നിലപാടാണ് മൻമോഹൻ സിംഗും AK ആന്റണി എടുത്തത്. അതായിരുന്നു അവരുടെ രാഷ്ട്രീയ നിലപാട്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നുണ്ടായ നിലപാട് വ്യത്യസ്തമാണ്. അനുമതി കൊടുത്തത് നരേന്ദ്രമോദിയാണ്. മൻമോഹൻ സിംഗിന്റെയും AK ആന്റണിയുടെയും കാലത്തുണ്ടായിരുന്ന സേന മൻമോഹൻ സേന എന്നും, അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന സേനയ്ക്ക് ഒരു അനുമതി ഇപ്പോൾ നരേന്ദ്രമോദി കൊടുത്തതുകൊണ്ട് അത് കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി, അതുകൊണ്ട് അത് മോദിജിക്ക് സേന എന്നും പറയാം എന്നാണോ പറഞ്ഞു വരുന്നത്? എന്നൊന്നും വിചാരിക്കണ്ട ലാലെ, അങ്ങനെ ഒന്നും ചിത്രീകരിക്കണ്ട. അങ്ങനെ ചിത്രീകരിക്കുന്നത് കൊണ്ടാണല്ലോ ഈ തർക്കം വന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ PM മനോജ്. അപ്പോൾ ശ്രീ KVS പറഞ്ഞത് എന്താണ്? രാജ്യത്ത് BJP ഈ സൈനികരുടെ കാര്യത്തിൽ എന്ത് നടപടികൾ ഇപ്പോൾ കൈക്കൊള്ളുന്നു എന്നാണ് സൈനികരുടെ പരാതിയായി താങ്കൾക്ക് മനസ്സിലാകുന്നത്? ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നേർവഴിയിലൂടെ പോയി ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വളഞ്ഞ വഴി, കുറുക്ക് വഴി സ്വീകരിക്കും. അങ്ങനെയുള്ള കുറുക്ക് വഴി, അതായത് 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ പറയാനില്ല, നോട്ട് നിരോധനത്തെക്കുറിച്ച് മിണ്ടാനാവില്ല, GSTയെക്കുറിച്ച് GST എന്ന പദം തന്നെ ഓർമ്മിക്കാനാവില്ല. അങ്ങനെ വലിയ ദുരന്തത്തിൻ്റെ മുഖത്താണ് BJP നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തോ മോദി തരംഗം ഉണ്ടാവുമെന്നൊക്കെ ഇവർ ധരിച്ചു. മോദി തരംഗമില്ല. അതുപോലെ ഈ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ അത് വോട്ടാക്കി മാറ്റാമെന്ന്, അത് നേരിട്ടല്ലാതെ വോട്ടാക്കി മാറ്റാമെന്ന് ധരിച്ചു. അതും നടന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത ശൂന്യതയിൽ നിൽക്കുകയാണ് BJP NDA. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അടുത്ത ഒരു മാർഗം വർഗീയതയാണ്. വർഗീയത വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പോലും നരേന്ദ്രമോദിയാണ് പറയുന്നത്. ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചട്ടലംഘനം നടത്തിയെന്ന് ഉണ്ണിത്താനെതിരെയും അതുപോലെ നമ്മുടെ പ്രേമേന്ദ്രനെതിരെയൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ തലവനാണ് പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയാണ് കൃത്യമായ ചട്ടലംഘനം നടത്തുന്നത്. ചട്ടലംഘനം എന്ന നിസ്സാര വാക്കുകൊണ്ടോ സാങ്കേതിക പദം കൊണ്ടോ നിർവചിക്കാൻ കഴിയുന്നതല്ല ശ്രീ നരേന്ദ്രമോദിയും RSSും BJPയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുന്ന കാര്യങ്ങൾ. ഇവിടെ സൂചിപ്പിച്ചു, ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അദ്ദേഹം പറഞ്ഞു ഇത് മോദിജിയുടെ സേനയാണ് എന്ന്. അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുമ്പോഴാണ്, ആ നടപടി ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് ലത്തൂരിൽ ചെന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നത്, വേലി തന്നെയാണ് വിളവ് നിന്നത്. ബലാക്കോട്ട് ആക്രമണത്തിലും അതുപോലെ പുൽവാമ ഭീകരാക്രമണം, ഇത് രണ്ടും ചൂണ്ടിക്കാണിച്ച് ഇത് കണ്ട ആളുകൾ അതിനനുസരിച്ച് പുതിയ വോട്ടർമാർ, കന്നി വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കണമെന്ന്. അതായത് ആർക്ക് ചെയ്യണമെന്നാ? അതായത് മോദിജിക്ക് സേനക്ക് ചെയ്യണമെന്ന്.
ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഇവര് വേറെ കുറേ ചരിത്രമുണ്ട്. അത് രാജ്യത്തെ അതിർത്തിയിൽ കഷ്ടപ്പെട്ട് അതിർത്തി കാക്കാൻ യുദ്ധം ചെയ്ത് അവിടെ മരിച്ചു വീഴുന്ന ആളുകളുടെ ശവം, മൃതദേഹം, അതായത് അത് കൊണ്ടുവരാനുള്ള ശവപ്പെട്ടിയിൽ പോലും കുംഭകോണം നടത്തിയ ആളുകളെന്നുള്ള ദുഷ്പേര് ഇവർക്കുണ്ട്. ഇവിടെ നഗ്നമായി സൈന്യത്തെ BJPയുടെ സൈന്യമാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മോദിജിയുടെ സൈന്യമാണെന്നാണ് പറയുന്നത്. ഇത് നേരത്തെ പുൽവാമ ആക്രമണത്തിന് ശേഷം ബലാക്കോട്ടിൽ തിരിച്ചടി ഉണ്ടായി. അങ്ങനെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതുപോലെ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കാര്യം ഇപ്പോൾ പല പ്രാവശ്യം പറഞ്ഞല്ലോ. ഈ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമ്പോഴും ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് വിവിധ കോണുകളിൽ നിന്ന് ആക്ഷേപം അല്ലെങ്കിൽ വിമർശനം ഉയർന്നിരുന്നു. ആ വിമർശത്തെ ഒക്കെ സാധൂകരിക്കുന്നതോ ശരിവെക്കുന്നതോ ആണ് ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെയും BJPയുടെ ആകെയും പെരുമാറ്റം. ശ്രീ PM മനോജ്, KVS ഹരിദാസിനെ പോലുള്ള ആളുകൾ വ്യക്തിപരമായി ഒരുപക്ഷെ അതിനോട് അനുകൂലിക്കുന്നുണ്ടാവില്ല, പക്ഷെ അവര് ഈ കാര്യത്തെ വിശദീകരിക്കുന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ കാര്യത്തിൽ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യമാണ് മനേകാ ഗാന്ധി ഇന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, പ്രസംഗിച്ചത് കേട്ടത് എന്താണ്? ഈ മുസ്ലിങ്ങളെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങൾ നേടാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ എന്ന് പറയുന്ന കാര്യങ്ങൾ, വർഗീയ പരാമർശം നടത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പൊ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്, നടപടി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ അങ്ങീ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ ഇത്തരത്തിൽ മന്ത്രിമാരുൾപ്പെടെ ഉള്ള ആളുകൾ വരെ ഇറങ്ങി നിന്ന് ഈ രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്, മുൻപെങ്ങും ഇത്രയധികം ഓപ്പണായി കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലാത്തതാണ്. ഏത് സാഹചര്യമാണ് ഓർമ്മ വരുന്നത്? അല്ല, മന്ത്രിമാരെ കുറിച്ചല്ല പറയേണ്ടത്, പ്രധാനമന്ത്രിയെക്കുറിച്ച് തന്നെയാണ് പറയേണ്ടത്. കഴിഞ്ഞ ദിവസം BJP ജയിക്കാൻ ഒരു ആശംസ വന്നത് എവിടെ നിന്നാണെന്നറിയോ? പാകിസ്ഥാനിൽ നിന്നാണ്. ആരാണ് ആശംസ അറിയിച്ചത്? പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. എന്താണ്? BJP ജയിച്ചാലേ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടൂ എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് സാധ്യമല്ല എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഒരു ദിവസം നവാസ് ഷെരീഫ്, അന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു, ഒരു ദിവസം മോദിയെ കാണാനില്ല. മോദി അഫ്ഗാനിസ്ഥാനിൽ പോയതാണ്, തിരിച്ചു വന്ന് ഇന്ത്യയിലെത്തുന്നില്ല. അതിനിടയ്ക്ക് മോദി ഒരു ട്വീറ്റ് ചെയ്യുന്നു, ഞാൻ പാകിസ്ഥാനിൽ പോവുകയാണ്. എന്തിന്? നവാസ് ഷെരീഫിന് പിറന്നാൾ ആശംസ കൊടുക്കാൻ. വേറെ പ്രത്യേകിച്ച് ഷെഡ്യൂൾ ചെയ്ത പരിപാടിയല്ല. അവിടെ ചെന്ന് അവിടെ വിമാനം ഇറങ്ങി നേരെ നവാസ് ഷെരീഫിൻ്റെ കുടുംബ വീട്ടിൽ ചെന്ന് രണ്ടുപേരും കൂടി ഭക്ഷണം കഴിച്ച് സദ്യ കഴിച്ച് തിരിച്ചു വന്നു മോഡി. എന്നിട്ട് തിരിച്ചു വന്നിട്ടോ പാകിസ്ഥാനെതിരെയാണല്ലോ വികാരം. ബലാക്കോട്ട് ആക്രമണം, അത് പുൽവാമ ആക്രമണം, അത് പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ആക്രമണമല്ല, അത് പാകിസ്ഥാനിൽ തമ്പടിച്ച ഭീകരവാദികൾ നടത്തിയ ആക്രമണമാണ്. പക്ഷേ ആ ഭീകരവാദികളെ ഭീകരരായിട്ട് കാണുന്നതിന് പകരം പാകിസ്ഥാനായിട്ട് കാണുന്നു. അതിനൊന്നും തർക്കമില്ല. പാകിസ്ഥാൻ ഭീകരർക്ക് അഭയം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പാകിസ്ഥാനെതിരെ തന്നെ ആക്രമണം നടത്തണം. പക്ഷെ പാകിസ്ഥാനെ ചൂണ്ടിക്കാണിച്ച് ആ പാകിസ്ഥാനാണ് ഏറ്റവും വലിയ ശത്രു എന്ന് പ്രചരിപ്പിച്ച് നടക്കുന്നവരാണ് ശ്രീ നരേന്ദ്രമോദിയും അതുപോലെ എൻ്റെ സുഹൃത്ത് ശ്രീ KVSഉം. പക്ഷെ ഇവരെന്താ പറയുന്നത്? ഇവരുടെ ആത്യന്തിക ലക്ഷ്യം ഇന്ത്യയെ മതരാഷ്ട്രമാക്കലാണ്, ഇന്ത്യയെ പാകിസ്ഥാനാക്കലാണ്. അങ്ങനെ മതാധിഷ്ഠിതമായി മതത്തിന് അതീശത്വമുള്ള രാഷ്ട്രമായ പാകിസ്ഥാനെ പോലെ ഇന്ത്യയെ ഇവരുടെ മതത്തിന് അല്ലെ ഹിന്ദു മതത്തിന് അതീശത്വമുള്ള രാഷ്ട്രമാക്കി മാറ്റാൻ ഇവർ പാകിസ്ഥാനെ സമർത്ഥമായി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാനും അത് തിരിച്ചറിയുന്നുണ്ട്. പാകിസ്ഥാനിലെ മതാധിഷ്ഠിത രാഷ്ട്രത്തിൻ്റെ നേതൃത്വം അത് തിരിച്ചറിയുന്നതുകൊണ്ടാണ് നരേന്ദ്രമോദിയാണ് മഹാൻ എന്ന് ഇമ്രാൻഖാനും നവാസ് ഷെരീഫിനും ഒക്കെ പറയാൻ തോന്നുന്നത്. അപ്പോൾ അതിനർത്ഥം ഇവർ പരസ്പര സഹായ മുന്നണിയായിട്ട് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെയാണ് പറ്റിക്കുന്നത്. അതുകൊണ്ടാണ് വയനാട്ടിലെ കൊടി കാണുമ്പോൾ പാകിസ്ഥാനാണെന്ന് ഇവർക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ പാക് കൊടിയാണെന്ന് ഇവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞ് ഹർജി കൊടുത്ത പ്രേരണാകുമാരി അവർ ചൗക്കീദാറായി മാറുന്നതും ആ ചൗക്കീദാർ വയനാട്ടിലെ കൊടി, ലീഗിന്റെ കൊടി കാണുമ്പോൾ ഇതാ പാകിസ്ഥാനിലെ കൊടി എന്ന് പറയുന്നതും. അപ്പൊ ഈ തട്ടിപ്പ് മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. ശരി, കോൺഗ്രസ് പ്രതിനിധി ഷുക്കൂർ അല്പസമയത്തിനകം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ KVS ഹരിദാസ്, ഈ കാര്യത്തിൽ ഇപ്പോൾ ശ്രീ PM മനോജ് പറഞ്ഞ കാര്യങ്ങൾ, നരേന്ദ്രമോദി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനേകാ ഗാന്ധി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഇത് പലതും അതിന്റെ കോറിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങേക്ക് തുടങ്ങേണ്ടി വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്? ഇത്ര മാത്രം ദേശസ്നേഹത്തിന്റെ ഒരു വികാരം ഉണർത്താനും വർഗീയ വികാരം ഉണർത്താനും ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ചളുപ്പമില്ലാതെ അവരോട് സംസാരിക്കാനും ഒക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? അല്ല, മനോജ് പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞത് ഞാൻ തുടങ്ങാം.
മനോജെ, പാകിസ്ഥാൻ കഴിഞ്ഞ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയിട്ടല്ലേ? എന്തെല്ലാം അധ്വാനം പാകിസ്ഥാൻ ചെയ്തു അതിനു വേണ്ടിയിട്ട്? ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി, അവിടുത്തെ പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞത് എന്താണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. മാനിപ്പുലേഷൻ അല്ല, അദ്ദേഹം കൃത്യമായി അതെ, പറഞ്ഞതാണ്. ഞാൻ മനോജിനെ ഓർമ്മിപ്പിച്ചത് കാരണം കോൺഗ്രസുകാർക്ക് വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ നിലകൊണ്ടിരുന്നത്. കാരണം ഇന്ത്യയിൽ ഒരു ശക്തമായ ഭരണകൂടം ഒരിക്കലും ഉണ്ടാകരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അതിന് പാകിസ്ഥാൻ മാത്രമല്ല, ചൈനയ്ക്കും ഉണ്ട് പ്രശ്നം. പാക് അധീന കാശ്മീരിൽ കൂടി അവരുടെ കോറിഡോർ നിർമ്മിക്കാൻ പോകുന്ന സമയത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചത് മോഡി ഗവൺമെന്റ് ആണെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് പാകിസ്ഥാനും ചൈനയ്ക്കും ഒക്കെ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള നിലപാട് എന്താന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോ എന്താ വസ്തുത എന്താന്ന് വെച്ചാൽ, ഇമ്രാൻഖാന് പോലും ബോധ്യായി ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനോ പ്രതിപക്ഷ നേതാവാൻ പോലുമോ കഴിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത്. ആ പ്രകീർത്തിച്ചുകൊണ്ട് ഈ അവസാന നിമിഷം ട്വീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ വിലയിരുത്തൽ തന്നെയായിരിക്കണം ലാലെ. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാ. കാരണം അമേത്തിയിലെ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ നിവൃത്തിയില്ലാതെ ജയിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു നേതാവ് ഇവിടെ വയനാട്ടിൽ വന്നിട്ട് വോട്ട് പിടിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര മേഖലകളിലുള്ളവരൊക്കെ തന്നെ അത് വിലയിരുത്തുന്നുണ്ടാവില്ലേ ഒരു രാഷ്ട്രീയ നേതാവിനെ? ഞാൻ ഇന്നത്തെ ചർച്ചയ്ക്ക് വരുമ്പോൾ മനോജിനെ പോലുള്ളവർ ഈ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ കോപ്രായങ്ങളെങ്കിലും തുറന്നു കാണിക്കുമെന്നാണ് വിചാരിച്ചത്. അക്ബർ റോഡിലേക്ക് രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചതും കോപ്രായമായിരുന്നു. ശ്രീ ഹരിദാസ്, നരേന്ദ്രമോദി 2014 തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലത്തിൽ മത്സരിച്ചത് കോപ്രായമായിരുന്നു എന്ന് സമ്മതിക്കാം, കുഴപ്പമില്ല. ശ്രീ കെ വി എസ് ഹരിദാസ്, ഇപ്പോ 2 മണ്ഡലത്തിൽ മത്സരിച്ചതിനെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ മാത്രം താങ്കൾ എടുത്ത് ഇങ്ങനെ ഉയർത്തിക്കാട്ടുകയും നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ അത് പറയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ചോദ്യം ശ്രീ പി എം മനോജ് പറയുന്നത്. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ നമ്മൾ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ ചർച്ച എന്താണ്? സൈനികരുടെ പരാതിയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ശബരിമലയെ കുറിച്ചുള്ള ചർച്ച ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. ആ കാര്യങ്ങളിൽ തന്നെ ഊന്നൽ നടത്തുന്നു സുരേഷ് ഗോപിയെ പോലുള്ളവർ. ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ശ്രീ പ്രേമേന്ദ്രന്റെ കാര്യത്തിൽ ഒരു പരാതി ഇടത് മുന്നണി അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. എന്താണോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അതാണ് ഇതാ ഇപ്പോൾ പരാതികൾ ഉയരുന്നത് അതേ കാര്യത്തിലാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കുറിച്ച് അവരെ ഭീഷണിപ്പെടുത്തുന്ന കാര്യം വരുന്നു. അങ്ങനെ എന്തിന്റെ പേരിലാണോ വോട്ട് പിടിക്കാൻ പാടില്ല എന്ന് കമ്മീഷനൊക്കെ പറയുന്നത് അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അതെന്തിനാണ് ആ മാതൃക രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അതിന്റെ പാർട്ടിയും തന്നെ കാട്ടുന്നത്? അല്ല, ഞാൻ ശബരിമലയെക്കുറിച്ച് ഇപ്പോൾ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ശബരിമലയെക്കുറിച്ച് പരാമർശമുണ്ട്. അതൊരു ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടുന്നതൊക്കെ ചെയ്യും എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ കോഴിക്കോട് നരേന്ദ്രമോദി അത് സൂചിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹം കേരളത്തിൽ വരുമ്പോഴും ആ വിഷയം ഉന്നയിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പ്രസംഗിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടില്ല മുഴുവൻ. പറയുന്നത് ഒരു ലെവൽ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന റഫറിയായി നിൽക്കുന്ന കമ്മീഷൻ പറയുന്നത്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പറയുന്നത് ഇത് പറയരുത് എന്നാണ്. അത് അംഗീകരിച്ചു കൊണ്ടുപോകുന്ന രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്ന കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ പറയാതെ ഇനി ചെയ്യാൻ പോകുന്നതിലെ വികാരം ഉണർത്തുന്നത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞത് ശബരിമലയിലെ അയ്യപ്പനെ പ്രകീർത്തിച്ചുകൊണ്ട് വോട്ട് പിടിക്കുകയോ അയ്യപ്പൻ്റെ പടം വെച്ച് വോട്ട് പിടിക്കുകയോ അല്ല ചെയ്യുന്നത്. ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ശബരിമല കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ചൊക്കെ കേരളം ചർച്ച ചെയ്യാതെ പോകാൻ പറ്റുമോ? അതിൻ്റെ വെളിച്ചത്തിലല്ലേ സർക്കാർ തന്നെ മുൻകൈയെടുത്തിട്ട് ഇവിടെ ഒരു വനിതാ മതിൽ സംഘടിപ്പിച്ചത്? അതിൻ്റെ പശ്ചാത്തലത്തിലല്ലേ സർക്കാർ ഖജനാവിൽ നിന്ന് പണം പോലും അതിനുവേണ്ടി ചെലവഴിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. എൻ്റെ കണക്ക് അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ നിയമം പാലിച്ച് മുന്നോട്ട് പോകണം. അവിടെയാണല്ലോ പെരുമാറ്റച്ചട്ടവും ലംഘനങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടെയാണ് പരാതി. സൈന്യത്തിന്റെ പേരിൽ ഇത് എന്റെ സൈന്യം എന്ന് ഒരു പ്രധാനമന്ത്രി മുൻപ് ഇങ്ങനെ
പറഞ്ഞ ഘട്ടങ്ങൾ ഓർമ്മയിലില്ല. പക്ഷെ അങ്ങനെ തോന്നിപ്പിച്ച പ്രധാനമന്ത്രിമാരുടെ ചിത്രങ്ങൾ നമ്മൾ വല്ലാതെ കണ്ടിട്ടുണ്ട്, കാർട്ടൂണുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചില പ്രധാനമന്ത്രിമാരെയെങ്കിലും. ആ രീതിയിലേക്ക് നരേന്ദ്രമോദി ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത്, മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ശ്രീ പി എം മനോജൊക്കെ പറഞ്ഞതുപോലെ ചെയ്ത കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞാൽ ജനങ്ങൾ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് കൊണ്ടാണോ? GSTയുടെ കാര്യം, നോട്ട് നിരോധനത്തിന്റെ കാര്യം, മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. ഇതാണല്ലോ ചെയ്തത്, അത് പറയാമല്ലോ ധൈര്യമായി. ലാലേ, എനിക്ക് തോന്നുന്നു നിങ്ങളാരും BJP നേതാക്കന്മാരുടെ അടുത്ത കാലത്തെ പ്രസംഗങ്ങൾ മുഴുവൻ കേട്ടിട്ടില്ല എന്നാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എണ്ണി എണ്ണി പറഞ്ഞ് തന്നെയാണ് പലരും പ്രസംഗിക്കാറുള്ളത്. കക്കൂസ് നിർമ്മിച്ച് നൽകിയത് ഉൾപ്പെടെ, വീടുകളിൽ പാചകവാതക ഗ്യാസ് കണക്ഷൻ കൊടുത്തതുൾപ്പെടെ, ഗ്രാമങ്ങളിൽ റോഡുകൾ നിർമ്മിച്ചതുൾപ്പെടെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി പണം ചെലവഴിച്ചതുൾപ്പെടെ, മുത്തലാഖിൽ നിയമം കൊണ്ടുവന്നതുൾപ്പെടെ ഈ ഗവൺമെൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എണ്ണി എണ്ണി പറഞ്ഞ് തന്നെയാണ് പലരും പ്രസംഗിക്കുന്നത്. പ്രസംഗത്തിനിടയിൽ ഒന്നോ രണ്ടോ വലിയ പലപ്പോഴും ചർച്ച ചെയ്യുന്നു. യോഗി ആദിത്യനാഥ് പറഞ്ഞത് എന്താണ്? ഈ മോദിജിക്ക് സേന എന്നാണ് സൈന്യത്തെ കുറിച്ച് പറഞ്ഞത്. രാജ്യത്തിന്റെ സേനയെ ഞങ്ങളുടെ നേട്ടമായി, ഈ സേന ഞങ്ങൾ ചില പാർട്ടിക്കാരുടെ, എന്റെ നേതാവിന്റെ സേന എന്ന രീതിയിലേക്കാണ് ചില BJP നേതാക്കൾ അവതരിപ്പിക്കുന്നത്. അതിനെ പാർട്ടി തള്ളിപ്പറയണ്ടേ, ഇത് തെറ്റാണെന്ന് പറഞ്ഞ് ഒതുക്കിയിരുത്തണ്ടേ? അത് പറയുന്നില്ല. ഒപ്പം അതിനേക്കാൾ അപ്പുറം വർഗീയ വിഷമുള്ള മനേകാ ഗാന്ധിയുടെ പരാമർശം പോലും ഇപ്പോൾ ഇവിടെ പറയേണ്ടി വരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ, ഞങ്ങളുടെ സർക്കാരിന്റെ നേട്ടമെന്നാണോ പറയുന്നത്? അതിൽ പറയേണ്ട കാര്യങ്ങളാണോ സർ? അല്ലെന്നേ, വർഗീയതയെക്കുറിച്ചൊക്കെ പറയാൻ പോയ ഒരുപാടുണ്ട് ലാലേ. നമ്മുടെ നാട്ടിൽ വർഗീയതയല്ല തുറന്ന് സംസാരിക്കണവർ എത്രയുണ്ട്. അതൊക്കെ പറഞ്ഞാൽ പോയാൽ ഈ ചർച്ച കൊണ്ടൊന്നും തീരൂല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളെയും കുറിച്ച് അല്ലല്ലോ ചർച്ച. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് രാഷ്ട്രപതിക്ക് മുൻ പട്ടാളക്കാർ എഴുതിയ കത്താണ്. മായാവതി ഞാൻ ചോദിക്കട്ടെ, മായാവതി നടത്തിയ പ്രസംഗം നമ്മൾ ചർച്ച ചെയ്തോ? കൈരളി ചർച്ച ചെയ്തില്ലല്ലോ. ഇതുപോലെ ആരൊക്കെ എവിടെയെല്ലാം പ്രസംഗങ്ങൾ നടത്തുന്നു. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പാർട്ടിയുടെ നിലപാടെന്ത്? പ്രകോപനം ഉണ്ടാക്കുന്നതിനൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് അത്തരം കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമാനുസൃതം നടപടി സ്വീകരിക്കട്ടെ. നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണിത്താൻ മുതൽ നമ്മൾ പലരെ കുറിച്ചും കേട്ടു. അവർക്കൊക്കെ എതിരായിട്ട് നടപടി എടുക്കട്ടെ. പ്രധാനമന്ത്രിയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ, നടപടി എടുക്കട്ടെ. പല കാര്യങ്ങളിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതിനൊക്കെ തന്നെ പല സ്ഥലത്തും റെയ്ഡുകൾ നടക്കുന്നുണ്ട്, കള്ളപ്പണം പിടിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ആത്മകഥാ അംശമുള്ള ഒരു ചലച്ചിത്രം റിലീസ് ചെയ്യുന്നത് തടഞ്ഞു. പലതും സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ തന്നെ ആ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കമൽനാഥിന്റെ കാര്യത്തിൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു സെലക്ടഡ് ആയിട്ടുള്ള ഒരു റെയ്ഡിനെ കുറിച്ചുള്ള സംശയങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോ റെയ്ഡ് പോലും രാഷ്ട്രീയമായി ആണ് നടത്തുന്നത് എന്ന പരാതിയും ഉണ്ടല്ലോ. അല്ല ലാലെ, ഒരു മിനിറ്റ്. അല്ല, ഒരു കാര്യം ലാലെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഒരു വാട്സപ്പ് നമ്പറുണ്ട്, ഒരു പൊതു നമ്പറുണ്ട്. അതിൽ മെസ്സേജ് കൊടുത്താൽ, ഒരു സൂചന കൊടുത്താൽ അവിടെ റെയ്ഡുകൾ നടക്കുന്നുണ്ട്. അത് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംശയം ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താനുള്ള ചുമതല സർക്കാരിനുണ്ട്. അത് അവർ ചെയ്യുക തന്നെ ചെയ്യും. അത് കേരളത്തിലായാലും കാശ്മീരിലായാലും ആസാമിലായാലും അരുണാചൽ പ്രദേശിൽ പണം പിടിച്ചത് BJP നേതാവിൻ്റെ കാറിൽ നിന്നല്ലേ? അവിടെ ഒരു BJPയെ സഹായിക്കാനാണെങ്കിൽ അങ്ങനെ ഒരു നടപടി ഉണ്ടാക്കുമായിരുന്നോ? തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടതാണ് ഒരു സിമെന്റ് ഗോഡൌണിൽ പണം ശേഖരിച്ചു വച്ചിരിക്കുന്നത്. അതുപോലുള്ള നടപടികൾ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. സൂചന കൊടുത്താൽ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചില്ല എങ്കിൽ അത് പരാതിയായിട്ട് പറയാം. ഇത് കമൽനാഥിന്റെ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണ് ഈ പണം പോയത്. അത് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ആ പണം വന്നത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിലാണെന്നാ പറയുന്നത്, ഡൽഹിയില്. പരാതിക്ക് ഈ പറയുന്ന മറുപടികൾ തൃപ്തികരമാണെന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലും അല്ല. അദ്ദേഹത്തിന്റെ മറുപടി ഇപ്പോ ഇത്തിക്കര പക്കി വന്നിട്ട് ഞാൻ പാവമാണ്, എന്നെക്കാളും വലിയ കള്ളൻ കായംകുളം കൊച്ചുണ്ണിയാണ് എന്ന് പറയുന്ന പോലെയാണ്.
അതായത് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് അങ്ങനെ ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തുകൂടെയെന്ന്. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിൽക്കുന്നത് ഇതിൻ്റെ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ ഭരണഘടനയ്ക്ക് ഒരുപാട് സ്റ്റിപ്പുലേഷൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൈന്യം ഈ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമാണ്. സൈന്യം ഏതെങ്കിലും ഭരിക്കുന്ന കക്ഷിയുടെ പാവകളായിട്ട് സൈന്യം ഉണ്ടാവാറില്ല. ഈ സൈന്യത്തിന് തന്നെ 3 ഘടകങ്ങളുള്ളത്, ആർമിയും നേവിയും അതുപോലെ എയർഫോഴ്സും ഉള്ളത്. ഈ 3ൻ്റെ തലവന്മാർ ഒന്നിച്ചുണ്ടാവില്ല. അതിനൊക്കെ വളരെ കൃത്യമായി ഈ 3 ഒന്നിച്ച് ഉണ്ടാവാൻ പാടില്ല, ഈ സൈന്യം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്നൊക്കെ വളരെ കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിച്ച രാജ്യമാണ് ഇന്ത്യ. ആ അതിർവരമ്പിലാണ് ഇന്ന് വന്ന വാർത്ത, ഇന്നലെ വന്നതാണ്. അത് പൂഞ്ചിൽ BSF ഭടന്മാർ പോയിട്ട് BJPക്ക് വോട്ട് പിടിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ വോട്ട് പിടിച്ചോ എന്നാണ് ലത്തൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യാനാണ് പറയുന്നത്? ബലാക്കോട്ടും പുൽവാമയും എന്താ നരേന്ദ്രമോദിയുടെ കാര്യമാണോ അത് ഇന്ത്യ രാജ്യത്തിൻ്റെ കാര്യമല്ലേ? ഇവിടെ നമ്മുടെ കേരളത്തിലടക്കം പോകുന്ന ആളുകളുണ്ട്. അഭിനന്ദ് വർദ്ധമാനുണ്ട്. അഭിനന്ദ് വർദ്ധമാൻ്റെ പടം വെച്ചിട്ടാണ് BJPയുടെ പല സ്ഥലത്തുള്ള വോട്ട് പിടുത്തം. എന്തിനാ അത്? നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുണ്ടെങ്കിൽ രാഷ്ട്രീയം പറയണം. അതാണ് ഇന്ത്യയുടെ ജനാധിപത്യം. രാഷ്ട്രീയ കക്ഷികൾ അധിഷ്ഠിതമായ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ കക്ഷി കഴിഞ്ഞ 5 വർഷം ഭരിച്ചു, ആ ഭരിച്ചതിൻ്റെ നേട്ടങ്ങൾ ഇന്നൊക്കെയാണ്. അത് വെച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ BJP നേതാക്കളുടെ പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന്. ആ പ്രസംഗം പ്രസംഗിക്കണം. അല്ലാതെ ആ പ്രസംഗത്തിൽ പറയുന്നതിന് കാര്യത്തിന് പകരം പോയിട്ട് ഇതാ സൈനികരുടെ അഭിനന്ദ് വർദ്ധമാൻ്റെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, അല്ലെങ്കിൽ പുൽവാമയുടെ പേരിൽ വോട്ട് ചെയ്യൂ, ബലാക്കോട്ട് പ്രത്യാക്രമണത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്യൂ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ പാപ്പരത്ത് എന്ന് പറയുന്നില്ല, അതിസാമർത്ഥ്യം. ആ അതിസാമർത്ഥ്യം ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ സാധാരണ ജനങ്ങൾ സാധാരണ രീതിയിൽ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഈ അടുത്ത 5 വർഷം ഭരിക്കാനുള്ള മാൻഡേറ്റ് തരാൻ ജനങ്ങൾ തയ്യാറല്ല എന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ട്. ആ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്തിനാണ് മുസ്ലിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുമെന്ന് മനേകാ ഗാന്ധി പ്രസംഗിക്കുന്നത്? എന്തിനാണ് ഞങ്ങൾ ശബരിമലയുടെ കാര്യം CPMൻ്റെ കാര്യമല്ലല്ലോ. ശബരിമലയിൽ ഏതെങ്കിലും യുവതിയെ കയറ്റണ്ടെന്നോ CPM പറഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ 12 വർഷമായി ഹൈക്കോടതി വിധിന്യായം നടപ്പാക്കുന്നതിൽ CPM എതിര് നിന്നിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് സുപ്രീം കോടതി വിധി വന്നപ്പോൾ നിങ്ങളുടെ പ്രേരണാകുമാരിയാണ് കേസ് കൊടുത്തത്, അത് വേറെ കാര്യം. അങ്ങനെ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആ വിധി അനുസരിക്കുകയല്ലാതെ അതിലപ്പുറം ഞങ്ങൾക്ക് എന്തെങ്കിലും അജണ്ടയുണ്ട് എന്ന് CPM പറയുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ സുപ്രീം കോടതിക്കെതിരെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ച ശബരിമല വിധിക്കെതിരെയാണ് നിങ്ങളുടെ സമരം. ശരി, നിങ്ങൾ സുപ്രീം കോടതിക്കെതിരായിട്ട് സമരം ചെയ്യുന്നതിന് പകരം നിങ്ങളൊരു സൗകര്യം കണ്ടു. വിശ്വാസത്തിൻ്റെ പേരിൽ ആ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് പേരിൽ സംസ്ഥാന ഗവൺമെൻറ് നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഒരു ഇളക്കം ഉണ്ടാക്കാമെന്ന്, വിശ്വാസികളെ തിരിച്ചുവിടാമെന്ന്. ആ തിരിച്ചുവിടാമെന്ന് കരുതിയതിൻ്റെ ഭാഗമായിട്ടല്ലേ നിങ്ങൾ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് കേരളത്തിൽ? എന്നിട്ട് ആ കുഴപ്പത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ശബരിമലയിൽ അവിടെ ചെന്ന ഭക്തയെ നെയ്ത്തേക കൊണ്ട് തലക്കടിച്ചത് ഞങ്ങളാണോ? BJPക്കാരല്ലേ? അപ്പോൾ ഈ ശബരിമലയുടെ പേരിൽ വോട്ട് പിടിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ശക്തമായി പറഞ്ഞിരിക്കുമ്പോഴും BJPയേക്കാൾ ശക്തമായി ഇപ്പോൾ 1-2 സ്ഥാനാർത്ഥികൾ കേരളത്തിൽ ഇപ്പോൾ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് ഈ രീതിയിൽ ശബരിമലയെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് അത് കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥികളുടെ പേരിലാണ് പരാതി വന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ UDF ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത്? എന്ത് ലക്ഷ്യം വെച്ചാണ് ഇന്ന് പിണറായി വിജയൻ വോട്ട് കച്ചവടത്തിന്റെ കഥ കൂടി ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്? ശ്രീ PM മനോജ്, ഇപ്പോ ഈ ചർച്ചയിലേക്ക് ശ്രീ ഷുക്കൂർ എത്താമെന്ന് അറിയിച്ചിരുന്നതാണ്. ഇതുവരെ നമുക്ക് അദ്ദേഹത്തെ സ്റ്റുഡിയോയിൽ ലഭ്യമായിട്ടില്ല, ഫോണിലും ലഭ്യമാകുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇടവേളയ്ക്ക് മുമ്പ് ഉന്നയിച്ചതാണ്. അതായത് ശബരിമലയെ വലിയ രീതിയിൽ BJP ഇവിടെ ഉപയോഗിക്കും എന്ന് പറഞ്ഞിടത്താണ് ഇപ്പോൾ 2 പരാതി വന്നിരിക്കുന്നത്. ഒന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയും ശ്രീ NK പ്രേമേന്ദ്രനെതിരെയും. ഉണ്ണിത്താനെതിരെ ഇപ്പോൾ കമ്മീഷൻ തന്നെ നോട്ടീസ് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ശബരിമല കൊണ്ട് ഉപയോഗമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് BJP എന്ത് സഹായം ചെയ്തു കൊടുക്കുന്നു എന്നതാണോ ഇന്ന് ശ്രീ പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ ഉന്നയിച്ച എല്ലാ കരാറുമായി കഴിഞ്ഞിട്ടുണ്ട്, വോട്ട് കച്ചവടത്തിന്റെ കരാർ ആയിട്ടുണ്ട് എന്ന് പറയുന്നത്? കേരളത്തിലെ ചില UDF സ്ഥാനാർത്ഥികളെങ്കിലും വേണ്ട രീതിയിൽ തങ്ങളുടെ മണ്ഡലത്തിൽ പ്രചരണത്തിന് എല്ലാ നെറ്റ്വർക്കും ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് ഹൈക്കമാൻഡിന് പരാതി പറഞ്ഞിരിക്കുന്ന സാഹചര്യവും അതിലൊരു സംശയമില്ല. ഒരു
ശബരിമലയുമായി ബന്ധപ്പെട്ട് BJP RSS നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ അഭിപ്രായവും മാറ്റി മലക്കം പറഞ്ഞ് വിശ്വാസികളുടെ സംരക്ഷകരായി സ്വയം അവതരിച്ചപ്പോൾ അതിന് തൊട്ട് പിന്നാലെ ചാടി ഇറങ്ങിയത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ഈ വിശ്വാസികളുടെ വോട്ട് ഒന്നാകെ കൈക്കലാക്കാമെന്ന് BJP കരുതി. അവർ പല ഗെയിം പ്ലാനും അതിനു മുമ്പ് നടത്തി. അവസാനം ഒടുവിൽ വീണ് കിട്ടിയത് സുപ്രീം കോടതി വിധിയാണ്. ഈ സുപ്രീം കോടതി വിധിയോടെ തങ്ങൾക്കിതാ വലിയ മുന്നേറ്റം, വലിയ ചാട്ടം ഉണ്ടാകാൻ പോകുന്നു എന്ന് BJP കരുതി, RSS കരുതി. അതിൻ്റെ ഫലമായിട്ട് അന്ന് വരെ പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങളും, ആർ ഹരി പറഞ്ഞത്, ഭയ്യാജി ജോഷി പറഞ്ഞത്, RSSൻ്റെ പ്രമുഖ സർ സംഘചാലക് പറഞ്ഞത്, ഇവിടെ ശ്രീധരൻപിള്ള പറഞ്ഞത്, സുരേന്ദ്രൻ പറഞ്ഞത് ഒക്കെ ഈ അഭിപ്രായങ്ങൾ മുഴുവൻ കൊട്ടയിൽ വലിച്ചെറിഞ്ഞ് അവർ പുതിയ അഭിപ്രായത്തിലേക്ക് കടന്നു. അതോടെ കോൺഗ്രസ് വിചാരിച്ചു അങ്ങനെ RSSും BJP അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ മോശമാക്കരുതല്ലോ, B ടീമായി മാറി. അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, RSS ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് കരിദിനം പ്രഖ്യാപിക്കും, RSS ധർണ നടത്തുമ്പോൾ കോൺഗ്രസ് മാർച്ച് നടത്തും. ഇങ്ങനെ ഇതിൻ്റെ ഒക്കെ തുടർച്ചയാണ് ഇന്ന് ഉണ്ണിത്താൻ അവിടെ പോയി പറഞ്ഞത്. അതുപോലെ പ്രേമേന്ദ്രൻ കൊല്ലത്ത് പറയുന്നത് ഇവർക്കും രാഷ്ട്രീയമില്ല പറയാൻ, അവർ മതവിദ്വേഷമാണ്. യഥാർത്ഥ പ്രേമേന്ദ്രൻ പ്രസംഗം കേട്ടപ്പോൾ 10 മുസ്ലിം സ്ത്രീകൾ, സുന്നി സ്ത്രീകൾ പള്ളിയിൽ പോയ കഥയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്, കേട്ടതാണ് TV-യിൽ. അതുപോലെ തന്നെയാണ് ഉണ്ണിത്താൻ ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഈ 5 വർഷം എന്ത് ചെയ്തു? കഴിഞ്ഞ 5 വർഷം അവർ അഴിമതിയുടെ വലിയ കുഴപ്പം ചെയ്തു, അങ്ങനെ പുറത്താക്കപ്പെട്ടു. അത് കഴിഞ്ഞ് 5 വർഷം കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് ഉണ്ണിത്താൻ പറയണ്ടേ? അതല്ല, അത് പറയണമെന്നില്ല. എന്നാൽ കഴിഞ്ഞ 45 വർഷത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ന് ഇന്ത്യ നേരിടുന്നത്. മോദിയുടെ 5 വർഷത്തെ നേട്ടമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷ ഇല്ലാത്ത രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. മോദിയുടെ 5 വർഷത്തെ നേട്ടമാണ്. അതുപോലെ ലോകത്തെ ഏറ്റവും മലിനമായ 10 നഗരങ്ങൾ ഇന്ത്യയിലാണ് ഉള്ളത്. ആദ്യത്തെ 10 നഗരങ്ങൾ മോദിയുടെ 5 വർഷത്തെ നേട്ടമാണ്. ഇങ്ങനെ 5 വർഷം കൊണ്ട് നരേന്ദ്രമോദിയും BJPയും NDA ഭരണവും രാജ്യത്തെ ഏത് വഴിക്ക് എത്രമാത്രം അധപ്പതനത്തിൽ എത്തിച്ചിരിക്കുന്നു എന്ന് ചർച്ച ചെയ്യാൻ ബാധ്യതപ്പെട്ട പ്രതിപക്ഷമാണല്ലോ കോൺഗ്രസ്. ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവാകാനുള്ള കപ്പാസിറ്റി രാഹുൽ ഗാന്ധിക്കില്ല, കാരണം ആകെ 44 ഉള്ളൂ. അതുകൊണ്ട് എന്നാൽ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവെങ്കിലും ആണല്ലോ അദ്ദേഹം. ആ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഈ മോദി ഭരണത്തെ, 5 വർഷത്തെ മോദി ഭരണത്തെ വിചാരണ ചെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ ഇതാണ് സംഭവിച്ചത് എന്ന് പറയുന്നതിൽ അവരും ഈ കുറുക്ക് വഴി തേടുകയാണ്. അതിനർത്ഥം എന്താ? ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണെന്നാണ്. ശ്രീ KV ഹരിദാസ്, അപ്പോ എന്താണ് അക്കാര്യത്തിൽ BJP ശരിക്കും എടുക്കുന്ന തന്ത്രം എന്നാണ് താങ്കൾ പറയുക? അതായത് ഈ കാര്യത്തിൽ കേരളത്തിൽ എങ്കിലും BJPക്ക് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കാൻ ഉള്ള ഒരു സാഹചര്യം ശബരിമലയാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മുന്നിൽ പോലും ശബരിമല വിട്ടുള്ള ഒരു കളിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോലും വലിയ കോലാഹലം ഉണ്ടാക്കിയത്. അതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോലും വല്ലാത്ത അതൃപ്തി ഉണ്ടാക്കിയെടുത്തത്. കമ്മീഷൻ പോലും കൃത്യമായി ആ കാര്യത്തിൽ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ശബരിമലയുടെ പേരിൽ ഇപ്പോൾ 2 പരാതി വന്നിരിക്കുന്നത് രണ്ടും UDF നേതാക്കളുടെ കാര്യത്തിലാണ്. അപ്പോഴാണ് ദുർബല സ്ഥാനാർത്ഥികൾ പലയിടത്തും BJPക്ക് ഉണ്ട്, UDFനെ സഹായിക്കാൻ എന്ന പരാതി നേരത്തെ തന്നെ LDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ BJPയുടെ നയം എന്താണ് എന്നുള്ളത് വോട്ട് കച്ചവടം എന്നതാണ് പഴയത് എന്ന് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത്. അതിപ്പോൾ വീണ്ടും കരാറായിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതിൽ എന്ത് അർത്ഥമാണ് താങ്കൾ കാണുന്നത്? എനിക്ക് ഏറെ ബഹുമാനമുണ്ട് മനോജിനോടും അദ്ദേഹത്തിന്റെ നേതാവ് മുഖ്യമന്ത്രിയോടും. പക്ഷേ ഈ സമയത്ത് കോൺഗ്രസും BJPയും തമ്മിൽ വോട്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ എനിക്കതിനോട് എങ്ങനെയാ യോജിക്കാൻ പറ്റുക? മനോജ് ഒന്ന് ആലോചിച്ച് നോക്കൂ. വയനാടിന് അപ്പുറത്ത് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കടന്ന ഈ ഇടതുമുന്നണിയിലുള്ള ജനതാദളും കോൺഗ്രസും ഒക്കെ കൈകോർത്താൻ നിൽക്കുന്നേ. ഇന്ന് തമിഴ്നാട്ടിൽ മധുരയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ വന്നത് മനോജിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആര് തമ്മിലാണ് സഖ്യം, ആര് തമ്മിലാണ് ധാരണ എന്നൊക്കെ ഏറെക്കുറെ പത്രം വായിക്കുന്നവർക്കൊക്കെ അറിയാം, ചാനലുകൾ കാണുന്നവർക്കൊക്കെ അറിയാം. അതിനിടയ്ക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു സഖ്യ നീക്കമുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ശ്രീ KV നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. കേന്ദ്ര തലത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നയം അല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇവിടേക്ക് വരുന്നതിനെ കുറിച്ചുള്ള പല ചർച്ചകളിലും അങ്ങ് തന്നെ അതിനോട് യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ആവശ്യം അങ്ങ് കൃത്യമായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായി എന്നോട് സംസാരിച്ചതാണ് ചർച്ചയിൽ. പക്ഷെ ഇപ്പോ അങ്ങ് ഈ കാര്യത്തിൽ
BJP-യുടെ ഒരു പങ്കാളിത്തം കൂടി പിണറായി വിജയൻ ഇന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഏത് രീതിയിൽ നിരീക്ഷിക്കുന്നു എന്നതിൽ കൗതുകം എനിക്ക് തോന്നുന്നുമുണ്ട്. അവിടെ കേരളത്തിലെ കോൺഗ്രസും കേന്ദ്രത്തിലെ കോൺഗ്രസും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്ന് പറയുന്നിടത്ത് BJP-യുടെ റോൾ എന്താണെന്നാണ് ചോദ്യം. ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെടുത്തിട്ടുള്ള നിലപാടുകളെ പരസ്യമായിട്ട് പിന്തുണച്ചിട്ടുള്ള ആളാണ്. ഈ കോൺഗ്രസ്സുകാരുടെ വാലെ തൂങ്ങി നടക്കരുതെന്നുള്ള നിലപാടെടുക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും പരസ്യമായി ന്യായീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അവർക്ക് പോലും ഇപ്പോൾ തുറന്നു പറയാൻ പറ്റുന്നില്ല. അതല്ലേ അവസ്ഥ. ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൻ്റെ സമയത്തുള്ള ചർച്ചകളൊക്കെ നമുക്ക് ഓർമ്മയില്ലേ? അതിനൊക്കെ ശേഷവും ഇപ്പോൾ ദേശീയ തലത്തിൽ ഇവരൊക്കെ തന്നെ ഒന്നിച്ചിരുന്നിട്ടല്ലേ തമിഴ്നാട്ടിലും ഒക്കെ സഖ്യമുണ്ടാക്കിയത്. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും മനോജും ഒക്കെ എടുത്തിട്ടുള്ള ഒരു കോൺഗ്രസ് വിരുദ്ധ നിലപാടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ അവസാനം ഈ പാർട്ടി നിലനിൽക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ കൈ പിടിച്ച് തൂങ്ങിയെടുത്തൊക്കെ ഇല്ലാതായിട്ടില്ലേ? അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുകയല്ലാതെ എനിക്ക് തോന്നണില്ല ഇവിടെ അത്തരത്തിലുള്ള ഒരു സഖ്യം ഉണ്ടാകുമെന്ന്. അതിനുള്ള ഒരു സാധ്യതയില്ല. ഒരു തരത്തിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കരുത്. കാരണം തിരുവനന്തപുരത്ത് ശശി തരൂരിന് ചില പ്രശ്നങ്ങളും ഉണ്ടാകാം. കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് കൈയൊഴിയുന്നുണ്ടാവാം. അതിന് BJP-യെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കോൺഗ്രസ്സുകാർ പലരും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസ്സുകാർ പലരും BJP-യോടൊപ്പം പ്രവർത്തിക്കാൻ പരസ്യമായിട്ട് വരുന്നുണ്ട്. താഴെ തട്ടിലും പത്തനംതിട്ടയിലും നമ്മൾ കണ്ടിരുന്നു, തിരുവനന്തപുരത്തും കണ്ടിരുന്നു, പല ഭാഗത്തും വന്നിട്ടുണ്ട്. അതൊരു ദേശീയ തലത്തിലുള്ള കാര്യമില്ല എന്നുള്ള ബോധ്യമുള്ള ഒരു ഒഴുക്ക് ഇപ്പോൾ താഴെത്തട്ടിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് BJP-യിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ പഴയ കരാർ ഓർമ്മിപ്പിക്കുന്നത് അത് വീണ്ടും ആയി എന്ന് പറയുന്നത് അങ്ങ് ഈ പറഞ്ഞത് തന്നെയല്ലേ? ഈ തരൂരിനുള്ള സംശയം അത് തന്നെയല്ലേ? പാലക്കാട്ട് കാണുന്ന കാഴ്ച അതാണോ? കോഴിക്കോട്ട് ഒരു തണുപ്പ് മുരളീധരനുള്ള സംശയം കരാറൊന്നുമല്ല ലാലെ. കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാര് വേറെ ഓപ്ഷൻസ് തേടി പോവില്ലേ? രാഷ്ട്രീയമല്ലേ ഇത്? സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാൻ പറ്റാത്ത അങ്ങനെയുള്ള BJP-യിലേക്ക് വരുന്നു. ശ്രീ KVS, അങ്ങൊരു മാധ്യമ പ്രവർത്തകനാണ്. അങ്ങ് ചരിത്രത്തെ കണ്ടില്ല എന്ന് നടിക്കരുത്. 1991 അങ്ങ് സജീവ മാധ്യമ പ്രവർത്തകരായിരുന്നു. അങ്ങ് ഇപ്പോൾ പറയുന്ന ഒരു തരത്തിലും എങ്ങനെ സംഭവിക്കും കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഐക്യം എന്നാണ് അങ്ങ് അത്ഭുതത്തോടെ ഇപ്പോൾ ചോദിക്കുന്നത്. ആ അത്ഭുതത്തോടെ ചോദിക്കുന്നതിന് മറുപടി അങ്ങയുടെ സഹപ്രവർത്തകരായിരുന്ന കുഞ്ഞിക്കണ്ണൻ നൽകിയിട്ടുണ്ട്. അത് ആരുടെ? KG മാരാരുടെ ജീവചരിത്രത്തിൽ. അതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് രണ്ടുപേർക്ക് തർക്കം വേണ്ടല്ലോ. അപ്പോൾ എല്ലാ കാലത്തും ഈ ഐക്യം ഉണ്ടായിട്ടുണ്ട്. ആ ഐക്യം തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ പറയുന്നത്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളില്ല. അപ്പോൾ AICC ഇടപെടുന്നു. പ്രത്യേക നിരീക്ഷകനായോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ആളായോ രമേശ് ചെന്നിത്തലയെ നിയോഗിക്കുന്നു. എന്തിനാ? കോൺഗ്രസ്സുകാർ കാലുവാരി പോകുന്നതുകൊണ്ട്. ശശി തരൂർ മാത്രമല്ല പരാതി പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആ പരാതി പറയുന്നത്. ശശി തരൂർ ചെറിയ ആളല്ലല്ലോ. ശശി തരൂർ കഴിഞ്ഞ കേന്ദ്ര UPA ഗവൺമെൻറ്റിൽ മന്ത്രിയായിരുന്നു. അദ്ദേഹം വലിയ അത്യുന്നതങ്ങളിൽ പോകുന്ന കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തെ പോലും കാലുവാരി BJP-യെ സഹായിക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലായ്മ കൊണ്ടാണോ? കേരളത്തിൽ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? കേരളത്തിൽ CPM-നെ തകർക്കണം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നു, ശത്രുപക്ഷത്ത് കാണുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണല്ലോ നിങ്ങളുടെ ഒരു നേതാവ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ചെന്ന് പിണറായി വിജയൻ്റെ തലയ്ക്ക് 1 കോടി വില പറഞ്ഞത്. നിങ്ങൾ ഒറ്റ കോൺഗ്രസ്സുകാരുടെ തലയ്ക്ക് വില പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. എന്തുകൊണ്ടാ? നിങ്ങൾക്കറിയാം ഇടതുപക്ഷമാണ് നിങ്ങളുടെ രാഷ്ട്രീയ ശത്രു. ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്, ചെറിയ പ്രസ്ഥാനമാണ്. പക്ഷേ ഈ ചെറുതുപോലും നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്നു. ഞങ്ങളെ ഇടതുപക്ഷത്തെ നശിപ്പിച്ചാൽ നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുത കോൺഗ്രസിന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാലോ. 6 മുൻ മുഖ്യമന്ത്രിമാർ, 6 മുൻ കേന്ദ്രമന്ത്രിമാർ, അതുപോലെ 17 MLA-മാർ, 120 MP-മാർ, ഇവരെയൊക്കെ അനായാസം കോൺഗ്രസിൽ നിന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. കാരണം കോൺഗ്രസ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് നല്ലോണം ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും ഒരിക്കലും ചാക്ക് കൊണ്ട് പോയിട്ടില്ലല്ലോ. റിസോർട്ട് രാഷ്ട്രീയം ഞങ്ങളുടേതല്ലല്ലോ.
കർണാടകത്തിൽ നിങ്ങളെ പേടിച്ച് കോൺഗ്രസ്സുകാർ ഈ താറാവ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയ കഥ നമുക്കറിയാലോ. റിസോർട്ടുകളിൽ നിന്ന് മാറി മാറിപ്പോയ കഥ അറിയാലോ. ശരി. നിങ്ങൾ കാലുമാറ്റത്തിൻ്റെ ആളുകളാണ്. കോൺഗ്രസ് നിങ്ങൾക്ക് വേണ്ടി, അതായത് സ്വയം വില പറഞ്ഞ് നിൽക്കുന്ന കോൺഗ്രസ്സുകാരെ എപ്പോഴും പാട്ടിലാക്കാൻ കഴിയുമെന്ന് BJP കരുതുന്നു. ആ കരുതലിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നിങ്ങൾ ഈ കച്ചവടം നടത്തുന്നത്. സുധാകരൻ പറഞ്ഞില്ലേ, കെ സുധാകരൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാണല്ലോ. എനിക്ക് തോന്നുന്ന സമയത്ത് BJP പോകുന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ജയിച്ചാൽ BJP പോകില്ല എന്ന് പരസ്യ ചിത്രം വന്ന് പ്രദർശിപ്പിച്ച് സ്വയം വോട്ട് തേടേണ്ട ഗതികേട് സുധാകരന് വന്നെങ്കിൽ കോൺഗ്രസ് നിങ്ങളും തമ്മിൽ, കോൺഗ്രസിലുള്ള ഈ വിഭാഗവും നിങ്ങളും തമ്മിലുള്ള അന്തരം എത്രയാണ് എന്നല്ലേ തെളിയുന്നത്. ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ ശ്രീ KVS ഹരിദാസ്, നമ്മൾ സൈന്യത്തിന്റെ കാര്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. പല തരത്തിലുള്ള സർക്കാരുകൾ ചെയ്തതോ കഴിഞ്ഞ 5 കൊല്ലം രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തതോ ആയ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നതിന് പകരം എങ്ങനെ എല്ലാത്തിനെയും മറികടന്നുള്ള പ്രകടന പത്രികയിൽ പോലും ശബരിമല കൊണ്ടുവന്ന BJPയുടെ അവസ്ഥ താങ്കൾ ചൂണ്ടിക്കാട്ടി. അങ്ങനെ പോലും പൊതുവെ നടക്കാൻ പാടില്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന പൊതുസമൂഹം പോലും വിലയിരുത്തുന്ന, രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടുപോകുന്ന മിഷണറി പോലും ഉപദേശിക്കുന്ന, മുന്നോട്ട് വെക്കുന്ന അത്തരം ആശയങ്ങളെപ്പോലും കടത്തിവെട്ടി മുന്നോട്ട് പോകുമ്പോൾ അത് ദേശീയ അടിസ്ഥാനത്തിൽ കാണുന്ന കാഴ്ചകളും കേരളത്തിൽ കാണുന്ന കാഴ്ചകളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മളിപ്പോൾ നിരീക്ഷിക്കുമ്പോൾ, കേരളത്തിന്റെ കാഴ്ചയിലേക്ക് വന്നാൽ ചില മണ്ഡലങ്ങളിൽ എങ്കിലും RSSനും ഒക്കെ താല്പര്യമുണ്ട്. എന്നാൽ ചില മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ ദുർബലമാണ് കാര്യങ്ങൾ. അത് കോൺഗ്രസിന് പരാതിയുള്ള മണ്ഡലങ്ങൾ ഏതാണ് എന്ന് നിരീക്ഷിക്കുമ്പോൾ, സ്ഥാനാർത്ഥികൾ പറയുന്ന പരാതികൾക്ക് കാമ്പുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ ഇടതുപക്ഷം പറയുന്ന, പിണറായി വിജയൻ പറയുന്ന, CPM പറയുന്ന പരാതി അല്ലെങ്കിൽ ആരോപണം അതിലർത്ഥമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരുന്നു. ഇതൊക്കെ എന്ത് അർത്ഥമാണ് നൽകുന്നത് എന്നുള്ളത് ശ്രീ KVS എന്ന നിരീക്ഷകൻ, മാധ്യമ പ്രവർത്തകൻ, BJP സഹയാത്രികൻ എങ്ങനെ പറയും? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇത്തവണ അത്തരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ആശങ്കപ്പെടേണ്ടതില്ല. BJP മത്സരിക്കുന്നത് വിജയിക്കാനാണ്, കഴിയുന്നിടത്തോളം വോട്ട് സമ്പാദിക്കാനാണ്. നമുക്കറിയാലോ, ശബരിമല പോലുള്ള വിഷയങ്ങളുണ്ട്, ശബരിമലയെ തുടർന്നുണ്ടായ വിഷയങ്ങളുണ്ട്. അതൊക്കെ ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ എന്തു ചലനങ്ങൾ ഉണ്ടാക്കി എന്നത് ഇത്തവണ വ്യക്തമാക്കേണ്ടതുണ്ട്. അത് RSSനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്, BJPയെ വെല്ലുവിളി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് എല്ലാവരും രംഗത്തിറങ്ങുന്നത്. ശ്രീ ഹരിദാസ്, ഒറ്റ വെല്ലുവിളി എനിക്ക് നടത്താറുണ്ട്. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ വടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച നിങ്ങളുടെ സ്ഥാനാർത്ഥി, അതേ സ്ഥാനാർത്ഥി തന്നെയാണ് BJPയുടെ സ്ഥാനാർത്ഥി, അതേ സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്നത്. അന്ന് ആ സ്ഥാനാർത്ഥി നേടിയ 76,000 വോട്ടിൽ നിന്ന് ഒരു വോട്ടെങ്കിലും കൂടുതൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഇത്തവണ നേടാനാവുമോ? അഥവാ അങ്ങനെ നേടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അഥവാ നേടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പറയൂ. KVS, ആ ഒരു വെല്ലുവിളി എങ്ങനെയാണ് താങ്കൾ കാണുക? അല്ല, മനോജിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അവിടെയും വിശ്വസിക്കുന്നത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇത്തവണ. അല്ല, വിശ്വാസത്തിന്റെ കാര്യമല്ല ശ്രീ ഹരിദാസ്, ഇത് കൃത്യമായി ഇന്ന് BJPയും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയുമില്ല എന്ന് താങ്കൾ ആണയിട്ട് പറയുന്നു. അങ്ങനെ ആണയിട്ട് പറയുമ്പോൾ അതിൽ കൃത്യമായി നമുക്ക് പരിശോധിക്കാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് അത് വടകര എടുക്കാം. ആ വടകരയിൽ സജീവൻ തന്നെയാണ് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി, ഇത്തവണ സ്ഥാനാർത്ഥി. BJP വളർന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ 5 വർഷത്തെ ഭരണം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് താങ്കൾ പറയുന്ന പോലെ. അങ്ങനെ ആ മാറ്റത്തിന് അനുസരിച്ച് BJPക്ക് വടകരയിൽ ഒരു വോട്ടെങ്കിലും കഴിഞ്ഞ തവണയിൽ കൂടുതൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യണം? അങ്ങ് പറയൂ, ഞാനത് ചെയ്യാം. അല്ല, മനോജ്, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. വടകരയിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടേണ്ടതാണ്, കിട്ടും എന്ന് തന്നെയാണ്. ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് അതിന് ശേഷം നമുക്കിരുന്ന് ചർച്ച ചെയ്യാം. അല്ലല്ല, ഇപ്പൊ തന്നെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാലോ. ആ ബെറ്റ്, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് മനോജെ, ഞാനൊരു BJP സഹയാത്രികനായ മാധ്യമ പ്രവർത്തകനാണ്. മനോജിനെ പോലെ തന്നെ
പാർട്ടിയുടെ ഒരു 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 ഫ്രണ്ട് റണ്ണറോ അല്ലെങ്കിൽ നേതാവോ അല്ലല്ല, നമുക്ക് ഒരു ശ്രീ ഹരിദാസ്, നമുക്ക് പുറത്തുനിന്ന് നിരീക്ഷിക്കുമ്പോൾ ഞാനും പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളല്ല, ഞാനും മാധ്യമ പ്രവർത്തകരാണ്. നമ്മൾ രണ്ടുപേരും പുറത്തുനിന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഉറപ്പായ ഒരു ബോധ്യം ഉണ്ടാവുമല്ലോ. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തമ്മിൽ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ പരസ്യമായി ഈ കേരളത്തിലെ അതുപോലെ പീപ്പിൾ ചാനലിന്റെ വ്യൂവേഴ്സിന്റെ മുന്നിൽ ഒരു ബെറ്റ് വെച്ചുകൂടെ? അതൊരു സാധാരണഗതിയിൽ നമുക്ക് ജെന്റിൽമാൻഷിപ്പ് നടത്താവുന്നതല്ലേ? അങ്ങനെ മാന്യമായി ഒരു ബെറ്റ് വെച്ചാൽ താങ്കൾ പറയൂ, ഞാൻ എന്ത് ചെയ്യണം? ഞാനില്ല മനോജ്, ഞാൻ ബെറ്റ് വെക്കാനൊന്നും അല്ല ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നത്. എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. എന്തായാലും നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. കാരണം നമ്മള് അങ്ങനെയുള്ള ഒരു സംശയം വേണ്ട ഇവിടെ. ഇത്തവണ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകില്ല. BJP-യുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ സ്റ്റേജിൽ പോലും ആ പറയുന്ന BJP സ്ഥാനാർത്ഥിയെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ചരിത്രം നന്നായി തന്നെ കേരളത്തിന്റെ BJP-യുടെ ചരിത്രം നന്നായി അറിയാവുന്ന ആളെന്നുള്ള നിലയ്ക്ക് അങ്ങ് ഇപ്പോൾ പറയുന്നത് ഇത്തവണ ആശങ്കപ്പെടേണ്ട എന്നാണ്. അതിന്റെ ഒരു അർത്ഥം കഴിഞ്ഞ തവണ വരെ ആശങ്കപ്പെടാനുള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ്. അത് ഇത്തവണ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇനി തെളിയിക്കേണ്ട കാര്യമാണ്. അതിൽ ബെറ്റ് വെക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ബെറ്റ് ഇവിടെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നില്ല. പക്ഷെ ആ വെല്ലുവിളി അവിടെ കിടപ്പുണ്ട്. അതിൽ താങ്കൾ പിടികൊടുത്തുമില്ല. എന്താണ് അതിൻ്റെയൊക്കെ സൂചന? ഇതൊക്കെ ഇനി വരുന്ന കാലത്ത് തെളിയിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. വലിയ തന്ത്രങ്ങൾ, ചട്ടങ്ങൾ പോലും ലംഘിച്ച് ദേശീയമായി തന്നെ കാണുമ്പോൾ അതിൻ്റെ ചെറിയ അംശങ്ങൾ ഇവിടെയും ഒക്കെ ഉണ്ടാകില്ല എന്ന് എങ്ങനെയാണ് ഉറപ്പിച്ചു പറയാനാകുക? അവിടെയൊക്കെ നമുക്ക് ഇനി വലിയ ചർച്ചകളിലേക്ക് ഇനിയും പോകേണ്ടി വരും. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ PM മനോജ്, ശ്രീ KVS ഹരിദാസ്.